പ്രമേഹത്തിന്റെ ഒരു വെല്ലുവിളി അതിന്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു. ആരും കണ്ടിട്ടില്ലാത്തൊരു കാലമാണ്, നമുക്കൊരു റെഫറൻസ് ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ CGക്ക് ചെയ്യാൻ ഒരു പരിമിതി ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണല്ലോ AI വന്നത്. ഇനി AIക്ക് ഒരു പരിമിതി ഉണ്ടാകുമ്പോൾ അടുത്തൊരു ടെക്നോളജി വരും. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എത്ര സ്ട്രഗിൾ എടുത്താണ് ഇവരുടെ ഈ വണ്ടി ഓടിക്കുന്നത്. കാരണം നമ്മളൊരു 2 വീലർ ഓടിക്കുന്ന പോലെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല ഇത്. ഒരു ഓടിറ്റ വീട്ടിലൊരു തീ പിടിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് തീ കയറാനൊരു കോഴ്സ് വേണം. AI എല്ലാ മേഖലയിലും ബാധിക്കുന്ന പോലെ തന്നെ സിനിമയിൽ ബാധിക്കും. സിനിമയിൽ AI ഒരു വലിയ തരംഗമായിട്ട് തന്നെ വരും. നമസ്കാരം. ലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധേയനായ ഒരു കലാസംവിധായകനാണ് സുനിൽ ലാവണ്യ. ജയരാജൻ്റെ സിനിമകളിലൂടെയും ഒട്ടനവധി സിനിമകളിലൂടെ സിനിമാ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സുനിൽ ലാവണ്യയെ ഈ സംഭാഷണത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങി വന്നത് ഒരുപാട് സിനിമകളുടെ കഥകൾ നമ്മളിങ്ങനെ തിരുവനന്തപുരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ പഴയ കാലത്തും പുതിയ കാലവും തമ്മിൽ ആർട്ടിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ AI അടക്കമുള്ള കാലം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് സിനിമയെ ബാധിക്കുന്നതായിട്ട് തീർച്ചയായും സിനിമയെ ബാധിക്കും. സിനിമയെ ബാധിക്കാതിരിക്കില്ലല്ലോ. AI എല്ലാ മേഖലയിലും ബാധിക്കുന്ന പോലെ തന്നെ സിനിമയിൽ ബാധിക്കും. സിനിമയിൽ AI ഒരു വലിയ തരംഗമായിട്ട് തന്നെ വരും. ഇപ്പോൾ AI സിനിമകൾ തന്നെ വരുന്നു. അതെ. ഇപ്പം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, വരുൺ രമേശ്. അതിന് സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു AIയുടെ ബേസ് ചെയ്തിട്ടൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. കമലഹാസനാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ മലയാളത്തിലെ അറിയപ്പെടുന്ന 2-3 സംവിധായകർ AI സിനിമ ചെയ്യാൻ വേണ്ടി ചോദിച്ചതെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഈ മാറ്റങ്ങൾ വരുമ്പം എനിക്ക് തോന്നുന്നു ഗ്രാഫിക്സിൻ്റെ സാധ്യതകൾ കുറച്ച് നിഷ്പ്രഭമായി പോകുമോ, അതിനെ AI റീപ്ലേസ് ചെയ്യുമോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ. നമ്മൾ പണ്ട് സിനിമയിൽ നമുക്ക് ചെയ്യാൻ ഒരു പരിധി ഉള്ള കാലഘട്ടത്തിൽ നമ്മളെന്താ ചെയ്യണം, ഗ്രീൻ മാറ്റ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. അന്നത് CG എന്ന് നമ്മൾ ഇട്ട് വിളിക്കുന്നു. അത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആയിരുന്നു. അല്ലെങ്കിൽ അതിനു മുമ്പ് എന്താ ചെയ്യുന്നത്, ഇപ്പോൾ കൊന്നനാടിൻ്റെ സിനിമകളിൽ നമുക്കറിയില്ല എന്താണ് അവർ ചെയ്തിരുന്നതെന്ന്. പക്ഷെ നമ്മൾ അന്നേരം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. സാറ് ആ ഡയറക്ടറായിരുന്ന സിനിമകളിൽ പല എന്താ പറയുക, ഈ ഹൊറർ സിനിമകളുണ്ട്, അല്ലെങ്കിൽ മറ്റേ കളരിപ്പയറ്റോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അന്ന് എനിക്കിപ്പോഴും അറിവില്ല. അന്ന് അവരെന്താണ്. പക്ഷെ നമ്മൾ ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അന്ന് മുതൽ CG ആയിരുന്നു നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അത് AIക്ക് വഴിമാറി. അപ്പോൾ CGക്ക് ചെയ്യാൻ ഒരു പരിമിതി ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണല്ലോ AI വന്നത്. ഇനി AIക്ക് ഒരു പരിമിതി ഉണ്ടാകുമ്പോൾ അടുത്തൊരു ടെക്നോളജി വരും. AIയിൽ നമ്മൾ ഒരുപാട് ഹാർഡ് കോർ ആയിട്ട് കഷ്ടപ്പെട്ട് ചെയ്ത ഒരു ഒറിജിനൽ എഫക്റ്റ് ഇപ്പം തോട്ട് പ്രോസസ് തന്നെ AI റീപ്ലേസ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഒറിജിനാലിറ്റി അത്രയും വരുമെന്ന്. ഒറിജിനാലിറ്റി എപ്പോഴും CGയിലുണ്ടായിരുന്നില്ലല്ലോ. CGയിലുണ്ടായിരുന്നു, ഒറിജിനാലിറ്റി ഇല്ലായിരുന്നു. നമ്മളൊരു പൂർണ്ണമായിട്ടും അംഗീകരിക്കത്തക്ക ഒരു വിഷ്വലും റിയലി ഷൂട്ട് ചെയ്യുന്ന പോലെ കിട്ടില്ല. റിയലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനവും ഏത് ടെക്നോളജിക്കും നമ്മളെ അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിപ്പെടാൻ പറ്റില്ല. ഇപ്പം നാളെ ഒരിക്കൽ AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ വേറെ എന്തെങ്കിലും വന്നാൽ AI പെട്ടെന്ന് താഴത്തേക്ക് പോകും. ഇപ്പോൾ നമ്മളൊരു കാലഘട്ടത്തിൽ പേജറായിരുന്നു ഏറ്റവും വലിയ. അത് എത്രയോ ഒരു വർഷം പോലും നിന്നില്ലെന്നോ, വളരെ കുറച്ച് സമയം. അതിന് മൊബൈൽ വന്നു. ഈ മൊബൈൽ വന്നപ്പോൾ പല മൊബൈൽ മാറി വന്നു. അവസാനം നമ്മൾ തൃപ്തരല്ല. യൂസ് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഒരു യൂസേജ് നമ്മൾ ഈ ഉപയോഗിക്കുമ്പോഴാണല്ലോ പരിമിതികൾ മനസ്സിലാവും. അതുപോലെ തന്നെ കാണുമ്പോഴാണ് പരിമിതി മനസ്സിലാവുന്നത്. അല്ലെ ഈ യൂസ് ചെയ്യുമ്പോഴാണ് എല്ലാ ടെക്നീഷ്യനും ഇതുമില്ല. ഇപ്പൊ ക്യാമറയാണെങ്കിലും എന്ത് എക്യുപ്മെന്റ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഏത് പണ്ട് ഉപയോഗിച്ചിരുന്ന ഇതിൽ നിന്നൊക്കെ മാറി നമ്മളിപ്പോൾ ഏത് പുതിയ വേർഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് പരിമിതി മനസ്സിലാവുന്നത്. കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്താൽ കൊള്ളാവുന്നതാണ്. അത് എല്ലാ രംഗത്തും ഉണ്ട്. ഇപ്പൊ കലാസംവിധാന രംഗത്താണെങ്കിലും ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്, ഏത് രംഗത്ത് കോസ്റ്റ്യൂമിലാണെങ്കിലും അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്താലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കലാസംവിധാനം വർഷങ്ങൾക്ക് മുമ്പ്, 15 വർഷത്തിന് മുൻപാണ് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ പടം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഒരു കലാസംവിധാനത്തിലെ വ്യതിയാനങ്ങൾ എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നത്? കലാസംവിധാനത്തിൽ വളരെ വ്യതിയാനം ഒന്ന് അക്സെപ്റ്റൻസ് ആണ്. ആദ്യകാലത്ത് കലാസംവിധാനം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മൾ
ഒരു അറ്റ്മോസ്ഫിയർ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നത് മാത്രമായിരുന്നു. അതായത് ഇപ്പോൾ ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു വീട്, അതിന് പറ്റിയ സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഇത്. കലാസംവിധാനം ഇപ്പോൾ ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത് കലാസംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധായകനുമായിട്ട് കഴിയണം. നമ്മൾ അതിനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഭൂപ്രകൃതി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കഥ നടക്കുന്ന പരിസരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കഥ പറയുന്ന പരിസരം ഇപ്പൊ നമ്മള് മഴക്കാലത്ത് പറയുന്ന ഒരു കഥയെന്ന് തുടങ്ങിയിട്ട് പല സിനിമയിലും കണ്ടിട്ടുണ്ട്. എന്നിട്ട് വരണ്ട ഭൂപ്രകൃതിയിൽ ഷൂട്ട് ചെയ്യുന്ന ചില ഏരിയ, ഒരു കഥ നടക്കുന്ന ചിലപ്പോൾ ഒരു മാസം കൊണ്ട് പറയുന്ന ഒരു കഥയായിരിക്കും. പക്ഷെ ചില സാധനങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ആ ഭൂപ്രകൃതി ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ മനുഷ്യരുടെ ഒരു പ്രകൃതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ വീടുകളുടെ ഒരു സ്ട്രക്ചർ. ഒരു പ്രദേശത്ത് നടക്കുന്ന കഥയാണെങ്കിൽ ആ പ്രദേശത്തെ വീടുകളിലെ ഏകദേശം നമ്മളൊരു ടെറൈൻ ഉണ്ടല്ലോ, കഥ നടക്കുന്ന ഒരു ടെറൈൻ ഉണ്ട്. ആ ടെറൈൻ അതിൽ തന്നെയാണ് ആ കഥ നടക്കണമെങ്കിൽ ആ ടെറൈൻ നമ്മൾ കീപ്പ് ചെയ്യണം ആ കഥയിൽ. അത് സിനിമയുടെ ഒരു എന്താ പറയുക, അങ്ങനെ വേണം അത് ചെയ്യാനെന്നുള്ള. ഇപ്പൊ ഉദാഹരണത്തിന് താഴ്വാരം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വരണ്ട ആ രണ്ട് ക്യാരക്ടറിന്റെയും എല്ലാ സാധനവും അതിൽ വേറൊരു പ്രദേശത്തേക്ക് വേറെ ഫ്രെയിം വെച്ചിട്ടില്ല. ഇപ്പൊ അതൊക്കെയാണ് ഒരു ടെറൈൻ്റെ നമ്മുടെ ചില സിനിമകളിലൊക്കെ ഈ കലാസംവിധാനത്തിന് ഇങ്ങനെ വലിയ ഇതുള്ള എവിടെയൊക്കെയോ വെച്ച് ക്യാമറ ഷൂട്ട് ചെയ്തിട്ട് പോകുന്ന ചില ഇതുണ്ട്. അങ്ങനെയല്ല, ഒരു കഥ നടക്കുന്ന ഇപ്പോ അതൊരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ നടക്കുന്ന കഥയിൽ പോലും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഭൂപ്രകൃതിക്ക് ഉള്ളത്. അപ്പൊ ഈ ഒരു കലാസംവിധായകന് ഒരു സംവിധായകനുമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് എത്രത്തോളം വേണമെന്ന് വിലയിരുത്തും. സിനിമ തുടങ്ങുന്ന നമ്മള് സിനിമയിൽ പറയാറുണ്ട്, സംവിധായകനും ക്യാമറമാനും തമ്മിലുള്ള ബന്ധം ഒരു ഭാര്യാഭർത്തൃ ബന്ധം പോലെയാണെങ്കിൽ ദൃശ്യമുഖം ഉണ്ടാവുള്ളൂ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ കലാസംവിധായകൻ എവിടെയാണ്? കലാസംവിധായകന് ഭാര്യ, ഭർത്താവ്, ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ കൂടെയുള്ള ഒരാൾ, അല്ലെങ്കിൽ അതേപോലെ തന്നെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ, അതേപോലെ എന്ന് വെച്ചാൽ ഈ 3 പേരാണ് ഈ സിനിമ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഈ സിനിമ എവിടെ ഷൂട്ട് ചെയ്യണമെന്ന് കാണാൻ പോകും. പ്രൊഡ്യൂസർ അല്ല, അവിടെ നിന്നാണ് ഒരു കാഴ്ച തുടങ്ങുന്നത്. ഒരു സിനിമയുടെ കാഴ്ച തുടങ്ങുന്ന പതിയാണ്. നമ്മൾ പല ആവർത്തി ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് നമ്മൾ ഈ ലൊക്കേഷൻ കാണാൻ പോവുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലേക്ക് ഇറങ്ങുന്നത്. ഈ ലൊക്കേഷൻ കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ ഈ 3 പേരുടെ മനസ്സിലും ക്യാമറാമാൻ്റെ മനസ്സിലും ഈ ഭൂമികയെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാവും. ആ ഡയറക്ടറുടെ മനസ്സിൽ ഈ ഭൂമിക മാത്രമല്ല, ഈ ഇവരുടെ ജീവിത രീതി, ഇവരുടെ വസ്ത്രധാരണം, ഇവരെങ്ങനെയാണ് കഴിയുന്നത്. ഇപ്പൊ നമ്മളൊരു ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറെ പറയുകയാണ്. ചന്ദ്രൻ ഇങ്ങനെയാണ് മറ്റാണ്. അപ്പൊ ചന്ദ്രൻ എങ്ങനെ കഴിയുന്നു, അവന്റെ അറ്റ്മോസ്ഫിയറാണ്, അവന് വരുമാനം ഇത്രയേ ഉള്ളൂ. അവന്റെ ഭൂതലം എന്തായിരിക്കും? ചന്ദ്രനെ നമ്മൾ വലിയൊരാളായിട്ട് കാണിച്ചിട്ടില്ലല്ലോ. ചന്ദ്രന്റെ ഭാര്യയും ഭർത്താവും 2 മക്കളുമുള്ള ഒരു കൊച്ചു കുടുംബമാണെങ്കിൽ ആ കൊച്ചു കുടുംബത്തിന് അനുയോജ്യമായ അവന് ഒരു ലിമിറ്റഡ് ലിവിങ് ഉള്ള ഒരു പ്ലേസ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. അതിൽ തന്നെ അവന്റെ അയൽപക്കം കൂടെ നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പൊ എന്തെങ്കിലും ഇന്ററാക്ഷൻ അപ്പുറത്തെ വീടുമായിട്ടുണ്ടെങ്കിൽ ആ വീടും എങ്ങനെയായിരിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ക്യാരക്ടറെ നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പിന്നെ നടനില്ല. നമ്മൾ ചിലപ്പോ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും ഇത് ഇന്ന ആളാണ് എന്ന്. നമ്മുടെ മനസ്സിൽ ഈ പേരുകൾ മാത്രമേ ഉള്ളൂ. ചന്ദ്രന്റെ വീട് നമ്മുടെ എപ്പോഴും നമുക്ക് കിട്ടുന്ന ലിസ്റ്റിലുള്ളത് ചന്ദ്രന്റെ വീട്, ശോഭയുടെ വീട്, അല്ലെങ്കിൽ രാധയുടെ വീട്, മറ്റേ അച്ചായന്റെ വീട്, ഇങ്ങനെയൊക്കെ. അപ്പൊ ഈ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ക്യാരക്ടറായിട്ട് ഇങ്ങനെ കയറിയിരിക്കുക. ഈ അച്ചായൻ ആരാണ്, അയാളുടെ സ്വഭാവം എന്താണ്, നമ്മൾ കഥയിൽ വായിച്ചറിഞ്ഞാണ്. അപ്പൊ അയാൾക്ക് അനുയോജ്യമായ അയാളുടെ വീട്ടില് അയാളുടെ ഇന്റീരിയർ ചെയ്യുമ്പോഴും അയാളൊരു പലിശക്കാരനാണെങ്കിൽ അതിങ്ങനെയായിരിക്കും, അയാളൊരു വേറൊരു രീതിയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, അയാളൊരു കഠിന ഇതാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ആ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുന്നത്. പക്ഷെ അപ്പൊ അതില് വേറൊരു കാര്യമുണ്ട്. അപ്പൊ ഈ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു, ഇപ്പം സംവിധായകനും ക്യാമറമാനും എല്ലാവരും തമ്മിൽ തെന്നിത്തിരിഞ്ഞു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്, വലിയ പടങ്ങളിലടക്കം. അപ്പൊ ഈ ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന എപ്പോഴും പ്രിയദർശൻ സാറിന്റെ സിനിമകളെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളുടെ ലൊക്കേഷൻ എപ്പോഴും ഒരു പിക്നിക് പോലെ ആവണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് പ്രിയദർശൻ സാർ. അപ്പൊ അതേപോലെ ഈ നമ്മുടെ ഇൻവോൾവ്മെന്റ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടും അല്ലാതെയും വരുന്ന പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അത്തരം അനുഭവങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കംഫർട്ടബിൾ അല്ലാത്ത സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നല്ല രസകരമായിട്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയല്ലേ പറയാൻ പറ്റും. ഏറ്റവും നല്ലൊരു അനുഭവം, ഏറ്റവും നല്ല അനുഭവത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജയരാജ് സാറിൻ്റെ ഒരു രൗദ്രം
ഭയാനകം. ഈ രണ്ട് സിനിമയും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തതാണ്. കാരണം നമുക്ക് വളരെ ഫ്രീഡം തോന്നിട്ട് അതില് ഒന്നാമത് ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ഇല്ലായിരുന്നു അതില്ല. അതാണ് ഇപ്പൊ ഭയാനകത്തില് ഈ രൗദ്രത്തിൽ സെറ്റ് ഇടേണ്ടി വന്നെങ്കിൽ പോലും ഇപ്പൊ കാണുന്ന പോലെ ഇത്ര കോടി രൂപയുടെ സെറ്റ് അങ്ങനെയെന്നൊരു സാധനമല്ല. നമ്മളതുമ്മേ കാണിച്ചത് നമ്മൾ അതിലൊരു പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് ഇത്രേ ഉള്ളൂ, നമ്മൾ അതുമ്മേ ലിമിറ്റ് ചെയ്തത് നമുക്കത്. പക്ഷേ ഈ കഥയിലെ ഏറ്റവും അനുയോജ്യമായിട്ട് രീതിയിൽ അതിന് അനുയോജ്യമാണ്. അപ്പോൾ അതിന് പല ഓപ്ഷനുണ്ട്. ഇപ്പോൾ ആ വീട് ഷൂട്ട് ചെയ്യാൻ ആ വീട് മുങ്ങിപ്പോണം, അതിൽ വെള്ളം കയറ്റണം, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വേറൊരു വാട്ടർ ടാങ്ക്, ഇപ്പൊ പുതിയ മലയാള അങ്ങനെയൊക്കെ ടാങ്ക് നമ്മൾ അതിന് പകരം നമ്മുടെ ബഡ്ജറ്റ് ഇല്ല, നമ്മുടെ കയ്യിൽ കാശില്ല, പക്ഷെ നമുക്ക് ആ സിനിമ ചിത്രീകരിക്കണം. അപ്പൊ നമ്മൾ ചെയ്തെന്താ, നമ്മള് അതിന് പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു ടാങ്ക്, അത്രയും ഉയരത്തിലുള്ള ഒരു ടാങ്ക്, വെള്ളം കയറ്റാൻ ഏറ്റവും അടുത്ത ആറോ പുഴയോ ഉള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു അവിടെ. പിന്നെ അടുത്ത സാധ്യത വെള്ളത്തിൽ സെറ്റിട്ടാൽ വെള്ളം കൊണ്ട് നനഞ്ഞോ ഡാമേജോ വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽ, അത് പിന്നെ അങ്ങനെ നമ്മള് എന്താണ് ഇപ്പൊ പറയുന്ന വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനം മെറ്റലും ഇതാക്കി, തടിയാണെങ്കിൽ അതില്ല. അടുത്തത് രണ്ടാം നില, റിയലി ഒരു അറിയാലോ നമുക്കൊരു സംഭവത്തെ ആസ്പദമായിരുന്നു. ചെങ്ങന്നൂർ നടന്നൊരു 2 നിലയുള്ള ഒരു വീടായിരുന്നു. ആ വീട് ആ സ്ഥലം പോയി കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷൂട്ട് ചെയ്യാൻ പോകുന്ന വീട് കണ്ടു. വീടും ഇതേപോലെ 2 നിലയുള്ള ഒരു വീടാണ്. അപ്പൊ അവിടുത്തെ മെയിൻ ഈ ഡോറ് തുറന്നാൽ ഫ്രണ്ടിൽ നിന്ന് വന്നിട്ട് കാറ് നിർത്തി ഡോറ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. നമ്മൾ റിയലി അവിടെ ആദ്യത്തെ വെള്ളം കയറണതിന് തൊട്ട് മുമ്പുള്ള ഇവരെ ഈ 2 പേരെ കാറിൽ കൊണ്ടുവന്ന് എയർപോർട്ടിലൊക്കെ വെള്ളം ആയതുകൊണ്ട് അവരെ കൊണ്ടുവന്ന് അവരെ വീട്ടിലിറക്കി ഡ്രൈവർ തിരിച്ചു പോകുന്ന അതുവരെ അന്നേരം വെറും പോർച്ചിൽ മാത്രമേ വെള്ളമുള്ളൂ. അതുവരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീട് എക്സാക്ട് അതിന്റെ ഡിറ്റോ സാധനമാണ് നമ്മളിവിടെ ഇപ്പുറത്ത് സെറ്റ് ചെയ്തത്. ഇത് കഴിഞ്ഞുള്ളത് എന്ന് പറഞ്ഞാൽ വെള്ളം കയറി ഇയാള് അൽഷിമേഴ്സ് പേഷ്യന്റ് ആയതുകൊണ്ട് ഇയാൾക്ക് അറിയുന്നില്ല, വെള്ളം കയറിയത് പോലും പുള്ളിക്കില്ല, ലോകത്തിൽ നടക്കുന്ന എന്താണെന്ന് പോലും അറിയില്ല. മറ്റേവര് കുറച്ചുകൂടെ ഇതാണെങ്കിലും പക്ഷെ അവര് ഒരു ലെവല് വെള്ളം കയറിയപ്പോ അവര് മരിച്ചു പോയല്ലോ. പിന്നെ ഈ മൃതദേഹം ഇങ്ങനെ വെള്ളം കയറി പൊങ്ങി അടുത്ത നിലയിലേക്ക് കയറുമ്പോൾ ഇയാള് രക്ഷപ്പെടാൻ വേണ്ടി ഇവരെയും പൊക്കുണ്ട്. അപ്പൊ ഇയാൾ അപ്പോഴും പഴയ പ്രണയകാലത്ത് അവര് തമ്മിൽ പരിചയപ്പെട്ട കാലത്തുള്ള ലീലെ ആണ് ഇയാള് ഈ കയ്യില് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ തട്ടുംപുറത്തേക്ക് കയറുക. ഞങ്ങളൊക്കെ ഒരു ഏകദേശം ഈ പൊക്കം വെള്ളത്തിലാണ് ക്യാമറമാനും ഡയറക്ടറും എല്ലാവരും നിന്ന് ഇങ്ങനെ അതായത് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഈ നനഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ ഈ കാൽവെള്ളയൊക്കെ ഇങ്ങനെ വെളുത്ത് ഇതായിട്ട് അത് വെള്ളം അത് കഴിഞ്ഞ് ഇടയ്ക്ക് എന്തെങ്കിലും സ്റ്റേജിൽ വെള്ളം ഇടുകയാണെങ്കിൽ 3 പമ്പ് വെച്ച് വെള്ളം വീണ്ടും തിരിച്ച് അങ്ങോട്ട് അടിച്ചിട്ട് അപ്പൊ അതിൽ യൂസ് ചെയ്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മളിതെല്ലാം നശിച്ചു പോകുമല്ലോ. ആ വീട്ടിലുള്ള ഫുൾ ഫർണിച്ചർ അതേപോലെ തന്നെ നമ്മൾ അതിന് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ആ ഫർണിച്ചർ തന്നെ ആ വീട്ടിൽ കൊണ്ടുപോയിട്ടു. എന്നുവെച്ചാൽ അവരുടെ ഫർണിച്ചർ നമ്മളിട്ട ബഡ്ജറ്റ് കൂടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഫർണിച്ചർ നമ്മൾ എടുത്തിട്ട് നമ്മൾ ആ വീട്ടിലെ ഫർണിച്ചറിനെ റീഅറേഞ്ച് ചെയ്ത് ഈ ഫർണിച്ചർ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ മെയിൻ ബാലൻസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതേ ഫർണിച്ചർ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പൊ എല്ലാ ഫർണിച്ചറും സെറ്റിയും മറ്റതും ഒക്കെ ഇങ്ങനെ പൊങ്ങി പെട്ടി എല്ലാം ഉണ്ട്. കാസറ്റ് പ്ലെയർ പുള്ളിയുടെ പഴയ കിട്ടിയ മൊമന്റോസ്, പുള്ളി വർക്ക് ചെയ്തിട്ട് പുള്ളി ISROയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളായിട്ടാണ്. അപ്പോൾ ഇത് പഴയ ലെറ്ററുകള് ഈ തുറന്നു വരുമ്പോ പെട്ടി തുറന്ന് അല്ലെങ്കിൽ ബാഗ് തുറന്നു വരുമ്പോ അമ്മയെന്ന് ഒഴുകി വരുന്ന പഴയ അയച്ച കത്തുകള് ഇങ്ങനെയൊക്കെ ആയിട്ട് കുറെ സാധനം, ഗ്രാമഫോൺ പുള്ളിയുടെ ഒരു പുള്ളി അത് കെട്ടിപ്പിടിച്ചിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ലാസ്റ്റ് വരെയും പുള്ളി അതിങ്ങനെ കീപ്പ് ചെയ്യാൻ നോക്കുന്നു. പുള്ളിക്ക് വൈഫ് മരിച്ചത് ഓർമ്മയില്ല, പക്ഷെ ഈ പാട്ട് ഓർമ്മയുണ്ട്. രണ്ടാം നില എന്ന് പറഞ്ഞാൽ ഒരേ നിലയിൽ തന്നെ ഷൂട്ട് ചെയ്തത്. ഈ രണ്ടാം നില നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ആദ്യത്തെ നിലയിൽ തന്നെ വെള്ളം കയറി കഴിഞ്ഞിട്ട് ആ ലെവൽ കഴിഞ്ഞപ്പോ 2 ദിവസം ഇവര് ഔട്ട്ഡോർ ഷൂട്ടിന് പോയി. അന്നേരത്തേക്ക് ആ സമയം കൊണ്ട് നമ്മളിത് തട്ടുമ്പറാക്കി, ഇതിന്റെ വാളെല്ലാം മാറ്റിയിട്ട് തട്ടുമ്പറാക്കിയിട്ട് റൂഫ് ഫിറ്റ് ചെയ്തു, ഓടും മറ്റേ സീലിംഗ് ഓടും വെച്ചിട്ട്. അതേപോലെ തന്നെ എന്നിട്ട് ഏരിയ ഷോട്ട് എടുത്ത് അങ്ങനെയാണ് ഇയാൾ തലവോക്കി നോക്കുന്നത്. പിന്നെ അതിന്റെ റിയൽ സാധനം ചെയ്തത് വട്ടക്കായലിൽ കൊണ്ടുപോയി ഇതേ റൂഫ് കൊണ്ട് വട്ടക്കായലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇതേ വലിയ സ്ട്രക്ചറുള്ള റൂഫ് പല പീസായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒരു 10 വള്ളം കെട്ടി ചങ്ങാടം ഉണ്ടാക്കിയിട്ട് അമ്മ വെൽഡിങ് മെഷീനൊക്കെ വെച്ചിട്ട് ജനറേറ്ററും വെച്ചിട്ട് ഇതില് ഏതാണ്ട് ഒരു 1.5-2 കവുങ്ങ് വെച്ച് കെട്ടി ഈ ആഴത്തിൽ കെട്ടിയിട്ടാണ് തട്ടടിച്ചത്. ഒരു 10-15 പണിക്കാർ ഇങ്ങനെ നിന്നിട്ട് തട്ടടിച്ചിട്ട് അതിന്റെ മുകളിൽ
തട്ട് പ്ലേസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ റൂഫ് ഫിക്സ് ചെയ്തിട്ട് രഞ്ജി പണിക്കർ അതിന്റെ മുകളിൽ കയറ്റിയിട്ട് നമ്മൾ ഏരിയൽ ഷോട്ട് എടുത്തത്. ഹെലികോപ്റ്റർ വരുമ്പോൾ ഇയാള് കൈ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി. പ്രമേഹത്തിന്റെ കാര്യം നിങ്ങൾ ജ്യോതിശങ്കറിന് വേണ്ടിയാണെങ്കിലും പ്രമേഹത്തിന്റെ A to Z കാര്യങ്ങളിൽ സുനിലിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ, ഒരു അസോസിയേറ്റ് ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിക്ക്. അപ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവം. ശരിക്കും നമ്മുടെ മലയാള സിനിമയിൽ ഒരിക്കലും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സംവിധാനമായിരുന്നു ആ പ്രമേഹത്തിലുണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് അതിന്റെ കളർ ടോൺ. അതെ, ഇന്നത്തെ കാലത്ത് കളർ സിനിമകൾക്കിടയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ചു. അപ്പോൾ അതിനകത്ത് ഈ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ വരുന്നത് അപ്പം പ്രേക്ഷകർക്ക് അറിയാൻ കൗതുകമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് ഏത് കളർ ടോണിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക, കുറെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ പ്രോപ്പർട്ടികളെല്ലാം കളറിൽ തന്നെയായിരുന്നു. അതാണ് കളറിലുള്ളത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജഡ്ജ് ചെയ്യണം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ ജഡ്ജ് ചെയ്യണം. ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോ വിസിബിൾ ആകും എന്നുള്ളൊരു അങ്ങനെയുള്ള കളേഴ്സേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ കളറിനെ കുറിച്ച് വീടിന് പെയിന്റ് ചെയ്തതും പ്രോപ്പർട്ടിക്ക് പെയിന്റ് ചെയ്തതും എല്ലാം അങ്ങനെയാണ്. അതായത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് ആ കസേര കണ്ടാൽ നിങ്ങൾക്കറിയാം, ആ കസേര സിനിമയിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഒരു കാലപ്പഴക്കം നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. അവിടുത്തെ തൂണുകൾ നമ്മള് മോസ്റ്റ്ലി അത് സെറ്റ് ആയിരുന്നല്ലോ. പ്രമേഹത്തിന്റെ ഒരു മേജർ പോർഷൻ സെറ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത പ്രോപ്പർട്ടിയിൽ നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡാർക്ക്, നമ്മൾ ലൈറ്റ് ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോഴത്തേക്ക് അത് വല്ലാണ്ട് ഡള്ളായിരുന്നു. അപ്പോൾ ഡാർക്കിന്റെ പല ഷെയ്ഡ്സ് ആണ് കോൺട്രാസ്റ്റും ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പൊ അതിൽ ഈ ബ്ലഡ് ഒക്കെ വരുന്നത് ഏത് കളറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും? ബ്ലഡ് ഡാർക്ക് തന്നെ, റെഡ് തന്നെ, റെഡിന്റെ ഡാർക്ക് തന്നെ, അതെ, മാക്സിമം കോൺട്രാസ്റ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രമേഹത്തിന്റെ ഒരു വെല്ലുവിളി അതിന്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു. ആരും കണ്ടിട്ടില്ലാത്തൊരു കാലമാണ്, നമുക്കൊരു റെഫറൻസ് ഇല്ലാത്തൊരു കാലമാണ്. നിങ്ങൾ ഒരുപാട് ഹോംവർക്ക് ചെയ്തു ആ പടത്തിന്റെ? ഹോംവർക്ക് ധാരാളം ഹോംവർക്ക് ചെയ്തു. ജോയിഷ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഡിസൈൻ എന്നുള്ളൊരു ഇതായിട്ടൊരു 1.5 മാസത്തോളം അതിന്റെ പുറകെ തന്നെ നമ്മൾ റെഫറൻസുകളുടെ പുറകെ നമ്മൾ കാണാത്തൊരു കാലഘട്ടം, നമുക്ക് അറിയാത്തൊരു കാലമാണല്ലോ അത്. ഇങ്ങനെ ഒരു പോറ്റി ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാലം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ കുറിച്ച് റെഫറൻസ് പോലും അധികമില്ല. ഇത്തരം തോട്ടുകൾ എവിടുന്നാ വരുന്നത്? നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അതിന്റെ റെഫറൻസ് മാത്രമാണോ അതോ സ്വന്തമായിട്ട്? ഇത്തരം തോട്ടുകൾ ഉണ്ടായാലേ പറ്റുള്ളൂ. ഒരു സിനിമയിൽ നിലനിൽക്കാൻ ഇത്തരം തോട്ടുകൾ ഉണ്ടായാലേ ഉള്ളൂ. നമ്മളൊരു കഥ വായിക്കുമ്പോൾ നമ്മളത് എങ്ങനെ കൺസീവ് ചെയ്തു എന്നുള്ളതാണ് ഓരോ ഇപ്പൊ നമ്മൾ കൺസീവ് ചെയ്യുന്ന രീതി. നമ്മൾ ഇപ്പൊ ഡയറക്ടർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ നമ്മൾ അവരോട് തുറന്നു നമ്മൾ പറയുമ്പോഴത്തേക്ക് അവർക്കത് കൺവിൻസ്ഡ് ആയെങ്കിൽ നമ്മൾ ആ പടത്തിൽ പിന്നെ നമ്മുടെ ഫ്രീഡായി പിന്നെ നമ്മൾ മുന്നോട്ടുള്ള ഒരു യാത്ര. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡയറക്ടറെ മേക്ക് ചെയ്യുന്നതിൽ ആർട്ട് ഡയറക്ടർക്ക് വലിയൊരു റോളുണ്ട്. ഡയറക്ടറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെന്റൽ പാർട്ണർ പോലെയാണെന്നാണ് എന്റെ ഒരു തോന്നൽ. പക്ഷെ നമുക്ക് അങ്ങനെ വന്നാൽ മാത്രമേ ആ ഒരു അസോസിയേഷനിൽ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അതുപോലെ നമുക്കിപ്പോ ഈ ജോഷി മത്തി സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അദ്ദേഹമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റും അത് ഇതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള റെയർ എക്സ്പീരിയൻസുകളാണ്. എന്ന് വെച്ചാൽ ഈ ജോഷി മാത്യുവിന്റെ പടത്തില് ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളി എന്നോട് പറഞ്ഞത്, ഈ എനിക്ക് തോന്നുന്നു മനോജ് കെ ജയന്റെ ആ ക്യാരക്ടർ എൻ്റെ ഒരു ഓർമ്മയിൽ പൗലോന്നോ അങ്ങനെ എന്തോ ഒരു ആണ്. പുള്ളി ഒരു മറ്റേ ഒരു പ്രത്യേക തരം ബൈക്കിൽ യാത്ര ചെയ്യുന്നൊരു എൻ്റെ ഒരു പഴയ CD കണ്ടർ അത് ഞാനൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഞാൻ അങ്ങനെ കൺവെർട്ട് ചെയ്താണ് അങ്ങനെ ആക്കിയത്. ഞാൻ പുള്ളിയോട് പറഞ്ഞു അങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം. പുള്ളി സ്കൂട്ടറാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ ഒരു ബൈക്കായാൽ കുറച്ചുകൂടെ നന്നാവും. ഒരു ബൈക്കിൽ ഇങ്ങനെ ഇതാക്കിയത് ഞാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു ഇത് തരാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വർക്ക്ഷോപ്പിൽ, അടിമാലിയിൽ ഒരു വർക്ക്ഷോപ്പിൽ പഴയ എൻ്റെ ഒരു CD കണ്ടർ ഉണ്ടായിരുന്നു. അത് കൊണ്ടായിട്ട് അതിന് നമ്മളൊരു വേറൊരു ഗ്രേ കളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഇതിനൊരു ഇതൊക്കെ ഉണ്ടായി. പുള്ളിയുടെ ഒക്കെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഭയങ്കരമായിട്ടുണ്ട്. മനോജിനെ ഒന്ന് കാണിച്ചിട്ട് പുള്ളി ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക്. അപ്പൊ ഞാൻ ഓടിക്കാൻ ആക്ച്വലി ഇത് ഓടിക്കാൻ ഇത്തിരി ടഫാണ്. അല്ല, നോർമലി എന്താ അതിന് പറയണേ, ഇങ്ങനത്തെ ഒരു ഈ കാരിയറുള്ള ഒരു വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ നമ്മളെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എത്ര സ്ട്രഗിൾ എടുത്താണ് ഇവരുടെ ഈ വണ്ടി ഓടിക്കുന്നത്. കാരണം നമ്മളൊരു 2 വീലർ ഓടിക്കുന്ന പോലെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല ഇത്. ഇതിന്റെ ഇപ്പുറത്തൊരു വെയിറ്റ് ഉണ്ട്. അത് ആളിരുന്നാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ ആളില്ലെങ്കിൽ അല്ലാതെ ഇവര് ഓടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ ബാലൻസിങ് ഭയങ്കര ഇതുണ്ട്. ഞാനത് കൊണ്ട് ഞാൻ തന്നെ ഓടിച്ചു നോക്കി കുറച്ച്. പിന്നെ നമ്മൾ സ്റ്റീപ്പർ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഓടിച്ചു നോക്കിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്.
അത് ഞാൻ വർക്ക്ഷോപ്പുകാരനോട് വീണ്ടും ചോദിച്ചു, ചേട്ടാ അപ്പം മറ്റേ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞിട്ട് റിയൽ ആയിട്ടൊരു വണ്ടി എനിക്ക് ഓടിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ഓടിച്ചപ്പോൾ അതും സെയിമാണ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ മനസ്സിലായി ഇത്ര ടഫാണോ ഈ സാധനം ഓടിക്കാൻ. അത്ര ഈസി അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. ഈ ഇവർ ഓടിക്കുന്ന വണ്ടി അത്ര നമ്മൾ വിചാരിക്കുന്ന ബൈക്ക് ഓടിച്ചോണ്ട് പോകാൻ ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആവില്ല. അല്ല, ഇപ്പൊ ഈ സിനിമയിൽ ഇപ്പം മാമാസിന്റെ സിനിമാ കമ്പനി അടക്കമുള്ള ലൊക്കേഷനുകളിൽ കുറെ ഫണ്ണി സീക്വൻസുകൾ ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? മമ്മാസിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഈ ഞാനും മമ്മാസൊക്കെ ഒരുമിച്ച് സിനിമ സ്വപ്നം കണ്ട് ഒരുമിച്ച് വരുന്ന ഒരു കാലഘട്ടമുണ്ട്. മമ്മാസ് എന്താ പറയാ, പാപ്പിയപ്പച്ചയ്ക്ക് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു സുനിലിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് മമ്മാസ. അങ്ങനെ കോയിൻസിഡൻസ് കൂടെ ഉണ്ട്. നമ്മള് കേരള പോലീസിന്റെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മമ്മാസ് ഞാനും കൂടെ മനോരമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയമുണ്ട്. മനോരമയുടെ അനുരാഗ് ആ സീരീസ് വർക്ക് ചെയ്യുന്ന സമയത്താണ് മമ്മാസ് ഒരു ദിവസം മമ്മാസ് ഇങ്ങനെ പറയുന്ന, അന്ന് മമ്മാസിന്റെ സിനിമയുടെ സങ്കല്പത്തിലുള്ള വേറൊരു കഥയായിരുന്നു. ഒരു വലിയ എന്താ ഒരു ഈ മരണക്കിണർ പോലത്തെ ഒരു സാധനം, ഇതില് ഒരു അതിങ്ങനെ നമുക്ക് ഉണ്ടാക്കി എത്ര കാശാവും പക്ഷേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ. അപ്പൊ മമ്മാസ് സിനിമയൊന്നോ ഞാൻ ഇൻഡിപെൻഡന്റ് ആവുന്നോ ഒന്നും അറിയാത്തൊരു സമയത്താണ്. ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഒരു അറിവിൽ ഞാൻ കുറെ കാര്യങ്ങൾ മമ്മാസിനോട് പറഞ്ഞു, മമ്മാസിന്റെ അറിവിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു, നമുക്കൊരു എപ്പോഴെങ്കിലും നമ്മൾ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് മമ്മാസ് ഇങ്ങനെ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോകും. ഞാൻ മമ്മാസും കൂടെ വീണ്ടും ഒരുപാട് മനോരമയ്ക്ക് വേണ്ടി കുറെ വർക്ക് ചെയ്തിട്ടു. അതുകൂടാതെ അല്ലാതെ വേറെ പരിചയമൊന്നുമില്ലായിരുന്നു, അല്ലാതെ വർക്ക് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞാണ് മമ്മാസ് ഇങ്ങനെ, അത് കഴിഞ്ഞ് മമ്മാസ് എന്നെ വിളിച്ചിരുന്നു. അവിടെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഉണ്ടായപ്പോഴത്തേക്ക് ഒരു മാർക്കറ്റ് സെറ്റിലിന്റെ സമയത്ത് ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മമ്മാസിന് ഞാൻ പറഞ്ഞു, മമ്മാസ് വേറൊരാൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത് നമ്മൾ വരുന്ന ശരിയല്ല, നമ്മളൊരിക്കലും അത് കാണിക്കുന്ന മോശമാണ്. അത് അവിടെ പ്രൊഡക്ഷന്റെ ഭാഗമായിരിക്കും, പ്രശ്നമായിരിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ അല്ല, നിങ്ങൾ വന്ന് ഈ മാർക്കറ്റ് മാത്രം ഒന്ന് എനിക്ക് സെറ്റിട്ട് തന്ന് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് നമ്മുടെ ഇതല്ലല്ലോ, നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അത് കഴിഞ്ഞ് എന്തോ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മാസിന്റെ അടുത്ത സിനിമ അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറയാ നമ്മളൊരു സിനിമ ചെയ്യുവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. സ്വാഭാവികമായിട്ടും പലരും പറയാറുള്ള പോലെ സാധനമായിട്ടേ മമ്മാസ് ഒരൊറ്റ സിനിമ കൊണ്ട് വലിയ ആളായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അഫ്സൽ എന്ന് പറയുന്ന ആള് എന്നെ വിളിക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളറാണ്. മമ്മാസ് പറഞ്ഞിട്ട് വിളിക്കുകയാണ്, കൊച്ചി വരണം, കാണണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മമ്മാസിനെ കാണാൻ പോകുന്നത്. അങ്ങനെയാണ് സിനിമാ കമ്പനിയിൽ ഇഷ്ടംപോലെ അനുഭവമുണ്ട്. എനിക്ക് തോന്നണേ ഈ ലൊക്കേഷൻ കാണാനുള്ള കാഴ്ചകൾ തന്നെ ഭയങ്കര രസകരമായിരുന്നു. നമ്മള് ഒരു ലൈറ്റ് ഹൗസ് അതിൻ്റെ അകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മള് കേരളത്തിലുള്ള സകല ലൈറ്റ് ഹൗസും പോയി കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എവിടെയൊക്കെ ലൈറ്റ് ഹൗസ് ഉണ്ടോ അവിടെയെല്ലാം ഞങ്ങള് ഇവിടെ രാമേശ്വരം പോയി, പിന്നെ എന്താ പറയുക ധനുഷ്കോടി പോയി, ലക്ഷദ്വീപ് വരെ, ഇവിടെ അടക്കം കണ്ണൂര്, അവസാനം കണ്ണൂരാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ സിനിമാ കമ്പനിയുടെ ഓഡിഷൻ ഭയങ്കര രസമുള്ളതായിരിക്കും. ഈ ഓഡിഷൻ പോലെ ഞാനുണ്ടായിരുന്നു, തലവരമാറ്റം താരമാകും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലും രസമുള്ള കാര്യമുണ്ട്. അന്ന് അഭിനയിക്കാൻ അന്ന് ഓഡിഷൻ ഒന്നാണ് സുധി കോപ്പ, നമ്മുടെ അറിയാലോ, സുധി കോപ്പയ്ക്ക് ഒരു ചെറിയ വേഷം കിട്ടിയുള്ളൂ. പക്ഷെ സുധി വീണ്ടും ഞാനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. പിന്നെ ദിനേശ് ഉണ്ടായിരുന്നു, പിന്നെ ദീപക് പറമ്പോൾ, ഇങ്ങനെ കുറെ പേരുണ്ട്. പക്ഷെ സിനിമാ കമ്പനിയിൽ താരമായത് ശ്രുതി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓസ്ട്രേലിയൻ ഡയറക്ടർ പോൾ കോക്സിന്റെ പടം നിങ്ങൾക്ക് കിട്ടിയ ഒരു സിനിമാ ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വലിയൊരു മിറക്കിൾ പോലെ സംഭവിച്ചല്ലേ? ഉറപ്പായിട്ടും. കാരണം പോൾ കോക്സ് എന്ന് പറയുന്ന ആൾ, ഞാൻ എന്താ പറയുക, നമ്മുടെ IFFKയുടെ ജൂറി ചെയർമാൻ ആയിരുന്നു. അതുകൂടാതെ ഓസ്കാർ നോമിനേഷൻ കിട്ടിയ, പിന്നെ അതുകൂടാതെ വേറെ എന്താണ് പറയണേ, ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ, എല്ലാം കൊണ്ടും അങ്ങനെയുള്ള ഒരാളൊരു കേരളത്തിലൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ വരിക, അതിന്റെ ഈ കേരള ഷെഡ്യൂൾ, ഇന്ത്യൻ ഷെഡ്യൂളിന്റെ ഭാഗമാകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര അനുഭവമാണ്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. ഞാൻ പിന്നെ നമ്മുടെ വീണ്ടും നമ്മുടെ ഈ പണ്ടത്തെ പോസ്റ്റുകളൊക്കെ വീണ്ടും കാണുമ്പോൾ പലരും കമന്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പോൾ കോക്സിനെ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് വലിയ മനസ്സിലായി. അല്ല, അന്ന് മനസ്സിലാക്കിയിട്ടില്ലെന്നല്ല, അന്ന് ആ സമയത്ത് എനിക്കറിയാവുന്നത് പുള്ളി ഇങ്ങനെ ഇതാണ്
കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഇതൊക്കെ ആയിരുന്നു. പിന്നെ അതുകൂടാതെ നമ്മുടെ എന്താണ് ബ്ലസി സാറിന്റെ സിനിമയുടെ ഒരു പ്രചോദനം, പുള്ളിയുടെ ഒരു ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു എന്നൊക്കെ അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇവിടെ ജോഷി സാറാണ്, ജോഷി മാത്യു ആണ് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ബേബി മാത്യു ആയിരുന്നു പ്രൊഡ്യൂസർ. ഈ ഇവിടുത്തെ പുള്ളി പാർഷ്യലി പുള്ളി ഇതായിരുന്നു. പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു മീറ്റിംഗ് വെച്ചാൽ നിനക്കൊന്ന് ട്രിവാൻഡ്രം വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചെന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇവരില്ല, ബേബി മാത്യുവും പിന്നെ അവിടെ നിന്ന് വന്ന ഒരു ലൈൻ പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്ന പോലെ ചെയ്യണം ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. പുള്ളി പറഞ്ഞു, സുല്ലേ നിന്റെ ഒരു ലക്കാണിത്. അപ്പൊ ഞാൻ അന്നേരമൊക്കെ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. അതിന് അത്രയും നല്ലൊരു അവസരമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഷൂട്ട് തുടങ്ങണതിന് ഒരാഴ്ച മുമ്പായി ഈ ക്രൂ മൊത്തം വരുന്നു. അത് കഴിഞ്ഞ് മസ്കറ്റിൽ വെച്ചിട്ട് ആദ്യത്തെ കൂടിക്കാഴ്ചയും പിന്നെ അത് കഴിഞ്ഞ് പുള്ളിക്ക് വേണ്ട ആവശ്യങ്ങൾ നമ്മളോട് പറഞ്ഞു. നമ്മളത് പരമാവധി സാധിച്ചു എന്നുള്ളതാണ്. പുള്ളി ഒരു അബാൻഡഡ് ഒരു അമ്പലം, റൂയിൻഡ് ഒരു അമ്പലം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 3 ദിവസം കൊണ്ടാണ് അത് സെറ്റ് ഇട്ട് കൊടുത്തത്. പുള്ളി അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു അനുഭവമാണ്. എന്ന് വെച്ചാൽ പുള്ളി എന്നെ ഞാനെന്താ പറയണ, ഞാൻ ആ കിട്ടിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ വേറെയാണ്. അത് കഴിഞ്ഞിട്ടും പുള്ളിയെ പറ്റി പേഴ്സണലായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഒരു ആർട്ടിഫിഷ്യൽ പേസ് മേക്കറും ഇതും ലിവറും അല്ലെ, ഇത് രണ്ടും വെച്ചിട്ട് രാവിലെ ഒരു മനുഷ്യൻ അത്രയും രോഗിയായ മനുഷ്യൻ രാവിലെ 6-7 മണിയാവുമ്പോ റെഡിയായിട്ട് വന്ന് നിന്ന് ഒരു സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോ അയാളുടെ കമ്മിറ്റ്മെന്റ് എന്താണ്? ആ കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ് സിനിമയിൽ എപ്പോഴും നിലനിന്ന് പോകുന്നത്. ഒരു രീതിയിലും നമ്മളെ മറ്റേ വഴക്ക് പറയലോ അങ്ങനത്തെ ഒരു ഇതില്ല. അത് ഭയങ്കര കാമായിട്ട് പുള്ളിക്ക് വേണ്ട ഷോട്ട്. അത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ സിംഗ് സൗണ്ടാണ് ആ സിനിമ. ആ സമയത്ത് പാർലമെന്റ് വളരെ അപൂർവ അല്ല, അത് കൂടാതെ പാർലമെന്റ് ഇലക്ഷനാണ്. അന്ന് പാർലമെന്റ് ഇലക്ഷനാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആ വീട് എന്ന് പറഞ്ഞ കോളത്തെ ആ വീട്ടില് ഏത് സമയവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ അനൗൺസ്മെന്റ് വാഹനം ഇങ്ങനെ കടന്നു പോകുന്ന. അപ്പൊ പുള്ളി നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ട്, പ്രൊഡക്ഷൻ മാത്രമല്ല നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട്, നമ്മുടെ ടീമും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് താഴെ പോയിട്ട് ഇങ്ങനെ വണ്ടികൾ ഇവിടെ നിന്ന് ഇങ്ങനെ മൊബൈലിൽ, അന്ന് വാക്കി ടോക്കി അത്രയും നമ്മൾ സെറ്റുകളിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ മൊബൈലിൽ ഇങ്ങനെ, അതായത് മിസ് കോൾ ഇട്ടാൽ അപ്പൊ വണ്ടി തടയുക എന്നുള്ളത്, ഇവിടെ ഷോർട്ടായി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത്രയും ലോങ് ഷോട്ടുകളാണ്, ഈ കുറെ ലോങ് ഷോട്ടുകളാണ്. അപ്പൊ ഇവിടെ നിന്നൊരു മിസ് കോൾ ഇട്ടാൽ അവിടെ 5 പേരുണ്ട്. ഈ 5 പേർക്ക് 5 പേര് മിസ് കോൾ ഇട്ട് കൊടുക്കും. അപ്പോഴേക്കും അവിടെ അപ്പൊ വണ്ടി ഇവരെ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൈകാലം വെച്ചിട്ട് തടഞ്ഞിട്ട് പറയും ചേട്ടാ ഒന്ന്. അപ്പൊ ഈ വണ്ടികളെല്ലാം സ്വാഭാവികമായിട്ടും ഇവരെ അനൗൺസ്മെന്റ് സ്റ്റോപ്പ് ചെയ്യും. ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് വരും. അല്ല, അത് ഓരോ സിനിമയ്ക്കും ഓരോ അനുഭവമാണ്. അപ്പം ഓരോ വ്യക്തികളുമായിട്ടുള്ള അനുഭവങ്ങളും ഡയറക്ടേഴ്സുമായിട്ടുള്ളതും പ്രൊഡക്ഷൻ ടീമുമായിട്ടുള്ളതും എല്ലാം ഡിഫറെന്റ് ആണ്. ശരിക്കും ഒരു കലാസംവിധായകന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? കലാസംവിധായകന് എപ്പോഴും വെല്ലുവിളിയല്ലേ ഉള്ളൂ. കലാസംവിധായകന് വെല്ലുവിളി ഇല്ലാത്തൊരു സിനിമയില്ല. സമാധാനം അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, സമാധാനപരമായിട്ട് ഉറങ്ങുന്നതും വെല്ലുവിളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കലാസംവിധാനം ഏത് സിനിമയും വെല്ലുവിളിയായിട്ട് എടുത്താൽ മാത്രമേ ആ സിനിമ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മളൊരു ചായക്കട എന്ന് പറയുമ്പോൾ ആ ചായക്കടയ്ക്ക് നമ്മൾ പല ചായക്കടയും കണ്ടിട്ടുണ്ടോ, നമ്മുടെ വിഷനിൽ ആ ചായക്കട കൊണ്ടുവരിക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിന്റെ വിഷനിൽ ആ ചായക്കട ക്യാമറ വെക്കാനുള്ള എല്ലാ ചായക്കടയും ഒരുപോലെ ആയിരുന്ന പിന്നെ കലാസംവിധായകർ വേണ്ടല്ലോ. ക്യാമറ വെക്കുന്നതനുസരിച്ച് നമ്മൾ പൊളിക്കാവുന്ന രീതിയിൽ നമ്മൾ ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അതിന്റെ മൂവ്മെന്റ്, നമ്മൾ എന്തൊക്കെയായിരിക്കും ഷോട്ട്, എങ്ങനെയാണ് ഇവര് എന്തൊക്കെ രീതിയിലാണ് ഷോട്ട് എടുക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ അതിനെ നമ്മളായിട്ടുള്ള നമ്മുടെ സജഷൻ കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഏർലി മോർണിംഗ് ഷൂട്ട് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും, ആ ലൈറ്റ് ഇങ്ങനെ ഉണ്ടാവും, അവിടെ ഒരു അടുപ്പുണ്ടെങ്കിൽ അതിനുള്ള ഒരു പാച്ച് കിട്ടും. അതല്ലെങ്കിൽ ആ ചായക്കട നേരെ തിരിച്ചാണെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അതിന്റെ ബാക്കിൽ കൂടെ നോക്കി അപ്പുറത്തൊരു വീടോ അല്ലെങ്കിൽ ഒരു ഗ്രാമോ ഒരു വഴിയോ ഇത് കാണാൻ, ഫ്രണ്ടിലൊരു ലൈവായിട്ടൊരു സ്ഥലം. അല്ല, ഒരു ചായക്കട ഉണ്ടാക്കുക, ചായക്കട സെറ്റിട്ട് കൊടുത്തിട്ട് മാറിയിരിക്കുന്നതിൽ കലാസംവിധാനം ഇല്ല. ആ ചായക്കടയോട് ചേർന്നുള്ള ഒരു പരിസരം, ആ പശ്ചാത്തലം നല്ല അസലായിട്ട് അതിലെ ഈച്ച് ആൻഡ് എവരി കോർണർ. ഇപ്പൊ ചായക്കടയിൽ നിന്നൊരു കോർണറിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു ഷോട്ട് വെച്ചാൽ അവിടെ വെച്ചാലും ഈ ചായക്കട തന്നെ ഉണ്ടാകണം. അത് തിരിച്ചും ആ കോർണറിൽ നിന്ന് ഇപ്പുറത്തേക്ക് ചായക്കട വെച്ചാലും ഈ ചായക്കട അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കണം. ആ ചായക്കട നമ്മൾ ഉണ്ടാക്കിയ പോലെ തോന്നരുത്.
അത് ചായക്കടയല്ല, ഒരു കവലയിൽ ഒരു പൈപ്പ് വെച്ചാൽ, ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ പോലും ആ പോസ്റ്റർ പോലും നമ്മൾ ഇപ്പൊ ഒട്ടിച്ചതാണെന്ന് തോന്നരുത്. അത് കലാസംവിധാനത്തിന്റെ ഭാഗമാണ്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒന്നുമില്ലല്ലോ എന്ന് ക്യാമറാമാൻ പറയുമ്പോൾ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. നമ്മൾ ഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള പോസ്റ്റർ കൊണ്ട് വെറുതെ ഒന്ന് ഒട്ടിച്ചു വെച്ചിട്ട് അതിന്റെ ഒരു എഡ്ജ് ഇങ്ങനെ കീറി കളഞ്ഞാൽ അത് ഫില്ലിംഗ് ആണ്. പക്ഷേ കാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന പോലെ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നത് അത് ഫില്ലിംഗ് ആണ്. ഇതിന് രണ്ട് തലത്തിലാണ് നമ്മൾ കാണുന്നത്. പല ലെയർ ആയിട്ടുള്ള ഒരു സാധനം, ഒരു ഡല്ലിങ് വരുമ്പോഴത്തേക്ക് ഒരു വീട് നമ്മൾ ഞാനിപ്പോ ലാസ്റ്റ് വർക്ക് ചെയ്ത സിനിമ ദിലീപിന്റെ ജഗൻ ഷാജി കൈലാസിന്റെ പടമാണ്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻസ് ഏകദേശം ഒരു 20-22 വീടുകളുണ്ട്. എല്ലാം മിക്കവാറും ഒറ്റ ദിവസമൊക്കെ ഷൂട്ടുള്ള വീടുകളാണ്. മേജർ 14 ദിവസം 15 ദിവസമൊക്കെ ഷൂട്ടുള്ള മേജർ വീടുകളുണ്ട്. അല്ലാത്ത വീടുകൾ മുഴുവൻ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ആയതുകൊണ്ട് പല വീടുകളിൽ പോകുന്നവരുണ്ട്. പക്ഷെ നമുക്കൊരു കളർ പാലറ്റ് ഉണ്ടായിരുന്നു. പല വീടും നമ്മൾ ഷൂട്ട് ചെയ്ത എനിക്ക് തോന്നുന്നു എല്ലാ വീടും പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഈ പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ പെയിന്റ് അടിക്കല്ല. ഈ തൊടുപുഴയുടെ ഒരു ഭൂപ്രകൃതിയും തൊടുപുഴയുടെ ഒരു പെയിന്റിങ്, വീടുകളുടെ പെയിന്റിങ് രീതിയും വ്യത്യാസമുണ്ട്. നമ്മൾ പക്ഷേ ഈ സ്ഥലം ഷൂട്ട് ചെയ്യുന്നത് വടശ്ശേരിക്കര, പത്തനംതിട്ട, റാന്നി ആ ഏരിയയിലാണ്. ആ വീടുകളുടെ ഒരു പ്രത്യേകത അവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും. മലപ്പുറത്തെ വീടുകളുടെ കളറല്ല നമ്മൾ ആലപ്പുഴയിലുള്ള വീടുകൾ. മലപ്പുറത്തെ വീടിന് പെയിന്റ് അടിക്കുന്ന രീതി വ്യത്യാസം ഉണ്ട്. നമ്മുടെ എന്താ പറയാ, വിഴിഞ്ഞം, പൂവാർ ആ ഏരിയയില് വീടുകളുടെ, കോട്ടുകൊച്ചിയിലെ വീടുകളുടെ ഒരു വേറെയാണ്. കൊച്ചിയിലെ വീടുകളുടെ പ്രത്യേകത വേണം. ഒറ്റപ്പാലത്തെ വീടുകളുടെ പ്രത്യേകത. ഈ പലരും അവിടുത്തെ ഒരു ടെറൈൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു മനഃശാസ്ത്രം അനുസരിച്ചുള്ള വീടുകളുടെ കളർ ടോൺ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളിത് വടശ്ശേരിക്കരയായിരുന്നു. അപ്പൊ പല അതും ആ ടെറൈൻ അറിയല്ലോ. വടശ്ശേരിക്കര എന്ന് പറഞ്ഞ ഭൂപ്രകൃതി തൊടുപുഴയായിട്ട് കുറച്ചുകൂടെ മാച്ചായതുകൊണ്ടാണ് നമ്മളവിടെ ഇതുള്ളത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈ പല വീടുകളും നമ്മളൊരു കളർ പാലറ്റ് ഉണ്ടല്ലോ, ആ ഇതല്ലാത്തതുകൊണ്ട് വീടുകളുടെ പെയിന്റിങ് മാറ്റും മാത്രമല്ല എനിക്കുള്ള റിസ്ക്. എല്ലാ വീടുകളും സീസൺ ചെയ്യണമായിരുന്നു. അതായത് നമ്മൾ ഫ്രഷ് പെയിന്റ് അടിക്കുന്ന വീടുകളെല്ലാം സീസൺ ചെയ്യണം എന്ന് വെച്ചാൽ ഇവരെല്ലാം യൂസ്ഡ് ആയിട്ട് അവിടെ താമസിക്കുന്നതാണ്. ഒരു വീട് ഫ്രഷ് ആയിട്ട് തോന്നുകയും ചെയ്യരുത്, എന്നാൽ ഇതിന്റെ കളർ മാറ്റണം. ഇത് തിരിച്ച് പെയിന്റ് അടിച്ച് കൊടുക്കുകയും ചെയ്യണം പഴയ പോലെ വീട്ടുകാർക്ക്. അപ്പോൾ ആ വീട് കാലങ്ങളായിട്ട് അവിടെ ഉണ്ടെന്ന് തോന്നിക്കണം. നമ്മൾ പെയിന്റ് അടിച്ചിട്ട് ഇതെന്തോ നാളെ കല്യാണമാണോ എന്ന് തോന്നിക്കരുതല്ലോ. ആ വീടുകളിലെ കാലങ്ങളായിട്ട് അവിടെയുള്ള പോലെ തന്നെ തോന്നിക്കണം. അതായത് പല ഫ്ലൂറസെന്റ് കളറും ബോർഡറൊക്കെ വേറെ ലൈനും ഒക്കെയുള്ള വീടുകളുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളൊരു ടോണിലേക്ക് കൊണ്ടുവന്ന് പെയിന്റ് അടിച്ചിട്ട് ഇതെല്ലാം സീസൺ ചെയ്തു. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഈ പറഞ്ഞ നമ്മൾ സീസൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന പല മെത്തേഡുകളും പല ഇഷ്ടം കുറെ നമ്മുടെ രഹസ്യമായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. അത് അങ്ങനെയുള്ള എല്ലാ സാധനമായിട്ട് എന്നും ഒരു വണ്ടി ഒരു വീടിന്റെ മുമ്പിലുണ്ടാവും. ഒരു ജീപ്പ്, നമ്മുടെ ആർട്ടിന്റെ ഒരു വണ്ടി, ഒരു കംപ്രസർ, ഒരു 4 പെയിന്റർ, ഇങ്ങനെ കുറെ ഒരു 10-20 ടിൻ പല തരം കളറും മറ്റേ ഇതുമായിട്ടുള്ള പച്ചയും ഒക്കെ ആയിട്ടുള്ള കളർ പെയിന്റ്, പൂപ്പൽ പിടിപ്പിക്കാനുള്ള സാധനം, ഇങ്ങനെ കുറെ സാധനം എല്ലാ വീടും ഇങ്ങനെ ചെയ്ത. അത് ആ പടം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ആ വീടും ഒറിജിനൽ വീടും തമ്മിലുള്ള ഫോട്ടോസ് ഇടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ വീടുകൾ അങ്ങനെയാണ് ചെയ്തത്. അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാളിയാർ പോലീസ് സ്റ്റേഷൻ ചെയ്തപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ ആടിലുണ്ട് ആ പോലീസ് സ്റ്റേഷൻ. ആ ആടിലുള്ള പോലീസ് സ്റ്റേഷൻ ആയിരിക്കില്ല ഒരിക്കലും ഈ വരുന്ന പടത്തിൽ. ആടിലുള്ള പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലാണ്. മറ്റേ ഇവരുടെ കളിയാർ എസ്റ്റേറ്റിന്റെ കീഴിലുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലാണ്. പക്ഷെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ എന്താണ് അതിന്റെ വ്യത്യാസം എന്നുള്ളത് ആടിന്റെ പോലീസ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞിട്ട് ഈ സിനിമ വരുമ്പോഴത്തേക്കും മനസ്സിലാവും അതിന്റെ ടെറൈൻ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ ഇനിയിപ്പം മലയാള സിനിമയില് കലാസംവിധാനത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നെന്ന് വരാം. ഇപ്പോൾ ഈ AI നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അവിടെ നിന്നാണ്. AI അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നു വരും. അപ്പോൾ അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി സിനിമയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് നമ്മളിങ്ങനെ പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പഠിക്കുകയാണ് ഇപ്പോഴും എപ്പോഴും പഠിക്കുകയാണല്ലോ. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഒരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ നമ്മളത് പലാവർത്തി വായിച്ചിട്ട് അതിനോട് എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ആ ഭൂപ്രകൃതി എങ്ങനത്തെ ഒരു ഭൂപ്രകൃതിയാണെന്ന് അതിനെ കുറിച്ച് പഠിക്കും. അവിടുത്തെ ആൾക്കാരുടെ ഒരു ഇത് പഠിക്കും. റിയൽ ആയിട്ട് ആ സ്ഥലം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ
ആ സ്ഥലം കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അല്ല ഇമാജിനറി അല്ലല്ലോ. റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അതിന്റെ ഏറ്റവും ഡിറ്റോ കൊണ്ടുവരാൻ ശ്രമിക്കും. ആർക്കും അസ്വാഭാവികത തോന്നാത്ത രീതിയിൽ. അതാണ് നമ്മുടെ ഇത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-4 കാര്യങ്ങൾ ഒരുമിച്ച് യോജിച്ച് പോയാലാണ് ഒരു സിനിമ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ഈ സംഭവിക്കുന്ന സ്ഥലം, അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ, അതിന്റെ ഒരു കാലഘട്ടം, അത് ഏത് കാലത്ത് നടക്കുന്നു എന്നുള്ളത്, ഈ ആൾക്കാരുടെ ഒരു ഇത്, നമ്മുടെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നും അവരുടെയൊക്കെ സ്വഭാവ രീതി എന്താണെന്ന് അതിനനുസരിച്ചാണ് അവരുടെ സ്വാഭാവികമായിട്ടും ഒരു ക്യാരക്ടറിന്റെ അതിനനുസരിച്ച് ഒരു വീടുണ്ടാവുള്ളൂ. വളരെ നല്ലവനാണെന്ന് കരുതി ഈ വീടും മൊത്തം നല്ലതൊന്നും ആയിരിക്കില്ല. നമ്മുടെ ഒരു വീടിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ വീട്ടിലെ താമസിക്കുന്ന ആൾക്കാരും ആ എത്ര പേരുണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രദേശം എത്ര ഉണ്ട്. ഇപ്പൊ 2 സെന്റുള്ള വീടുള്ള ഒരു സ്ഥലത്തും ഒരു 10 ഏക്കറുള്ള ഒരു എസ്റ്റേറ്റ് മുതലാളിയുടെ വീടും തമ്മിൽ അടുക്കും ചിട്ടയും ചിലപ്പോ ക്യാരക്ടറിന്റെ അനുസരിച്ച് അതിലൊരു ക്യാരക്ടർ മോശമാണെങ്കിൽ അവന്റെ റൂം വ്യത്യാസമുണ്ടോ. നമ്മൾ ഈ ഓരോ ക്യാരക്ടറും വെച്ചത് ഇപ്പൊ ഒരു ഏത് ഏജ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ നമ്മളത് വേറെ ആൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സാധനമല്ല, നമ്മളായിട്ട് ഡിസൈൻ ചെയ്തതാണ്. അവൻ ഉപയോഗിക്കുന്ന ഇപ്പൊ പ്രോപ്പർട്ടി, അവൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അവന്റെ എന്താണ് കാഷ്വൽസ്, ഇതൊക്കെ അവന്റെ അക്സസറീസ് ഒക്കെ നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ അവൻ പുറത്തേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ബാഗ്, അല്ലെങ്കിൽ അവന്റെ അങ്ങനെ സാധനങ്ങൾ നമ്മുടെ ഒരു പാർട്ടാണ്. ഒരു പരിധി വരെ കോസ്റ്റ്യൂമറുമായിട്ടും കൂടെ അല്ല, കോസ്റ്റ്യൂമറായിട്ടുണ്ട്. കാരണം ഈ കളറിന്റെ കാര്യത്തിൽ ഒരു പാലറ്റ് ഉണ്ടാവും. കോസ്റ്റ്യൂമറും ക്യാമറമാനും ആ ഡയറക്ടറുമായിട്ടൊരു വേണ്ട. അതിൽ ഡയറക്ടറെക്കാൾ കൂടുതൽ ഞങ്ങൾ 3 പേരാണ്. അപ്പൊ അതിനനുസരിച്ചാണ് ഒരു സീനില് ഇന്ന അപ്പൊ അതിന് പറ്റിയൊരു ഇതായിരിക്കും നമ്മള്. പിന്നെ റൂമിന്റെ കളറൊക്കെ അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ഈ വിഷ്വലി ഒരു ഇത് വേണമല്ലോ. ഇപ്പൊ പ്ലസന്റ് ആണെങ്കിൽ പ്ലസന്റ് ആയിട്ട് തോന്നണം, ഡള്ളാണെങ്കിൽ ഡള്ളായിട്ട് ഫീൽ ചെയ്യണം. നമ്മളെ പ്ലസന്റ് ഒരു കളർ അടിച്ചിട്ട് ഡള്ളൊരു ഫീലിംഗ് അങ്ങനത്തെ അതൊക്കെ ഒരു മൂഡാണ്, ഒരു നമ്മളായിട്ട് തീരുമാനിക്കുന്ന ഒരു സാധനമാണ്. അത് മിക്കവാറും അത് സക്സസ് ആകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിങ്ങിൽ പോലും ആ ഡയറക്ടർ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സ് പുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ എന്ത് തരം സാധനത്തിൽ നിന്നാണ് ഈ സോഴ്സ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഇപ്പോ വളരെ പാവപ്പെട്ടവന്റെ വീട്ടിൽ നമുക്കൊരു ലാംപ് ഷെയ്ഡ് വെക്കാൻ പറ്റില്ല, പക്ഷെ അവിടെ ലൈറ്റ് സോഴ്സ് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണേ, അവിടെ എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ ഒരു ഇപ്പൊ ഡേ ആണെങ്കിൽ അവിടെ ഒരു വെന്റിലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓടിനൊരു ഗ്ലാസ് ഉണ്ടാവും. നൈറ്റ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, പകല് ലൈറ്റ് ഇട്ടിട്ട് കേരളത്തിൽ ഒരു വീട് ഉണ്ടാവില്ല ലാംപ് ഷെയ്ഡ് വെച്ചിട്ട്. പഴയ സിനിമയിലൊക്കെ ഉണ്ടാവുമായിരിക്കും, പോലീസ് സ്റ്റേഷനിലൊക്കെ 10 ലാംപ് ഷെയ്ഡ് വെച്ചിട്ടുള്ള സാധനമൊക്കെ ഞാൻ കണ്ടത്. പക്ഷെ അങ്ങനെയല്ലോ, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇപ്പൊ എവിടെയാണെങ്കിലും ഒരു ഇപ്പൊ ഒരു കിച്ചണിലാണെങ്കിലും അവിടെയൊക്കെ സോഴ്സ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു സോഴ്സ്, ലൈറ്റപ്പിന്റെ ഒരു സോഴ്സ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണ്. അത് നമ്മളിങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് ഇപ്പൊ പൊളിക്കാൻ പറ്റുന്ന സമയത്ത് പൊളിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ കാണില്ല ആ സോഴ്സ്, പക്ഷേ ഈ ചെറിയ നിങ്ങൾ കാണുന്ന സോഴ്സിനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്ന വേറൊരു സോഴ്സും കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഈ സെറ്റ് ഇടുമ്പോൾ മൂവ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സിനിമയ്ക്ക് എന്തൊക്കെ ഷോട്ടുകൾ വേണം, എങ്ങനെയൊക്കെ ഷോട്ട് വരുമെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് മൂവബിൾ ആണെങ്കിൽ മൂവബിൾ അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ഇടുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് അതൊരു ഗ്രൂപ്പ് വർക്കും കൂടെയാണ്. ഇപ്പൊ തീർച്ചയായിട്ടും ഒരു എല്ലാ സിനിമയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ തീരുമാനിക്കുന്ന ഒരു ക്യാപ്റ്റൻസി വേണം മാത്രം. ഡയറക്ടറുടെ ഒരു ക്യാപ്റ്റൻസിയിൽ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീം നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നല്ലൊരു സിനിമ ഉണ്ടാവുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ സിനിമയുടെ എത്രയോ സിനിമകളുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും കേൾക്കാൻ കഴിഞ്ഞത്. മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് പുതിയ നല്ല സിനിമകൾക്ക് കലാസംവിധാനം ഒരുക്കാൻ സുനിൽ ലാവണ്യയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും അടുത്ത ആഴ്ച മറ്റൊരു പുതിയ ജീവിത നേർക്കാഴ്ചകളുമായി നമുക്ക് ലൈഫ് സ്റ്റോറീസിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.